പ്രിയപ്പെട്ടവരെ, നമ്മൾ മനുഷ്യരോട് ഏറ്റവും അധികം ഇടകലർന്ന് ഇടപഴകി ജീവിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക. ഈ കാക്ക എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇടപെടുന്ന ഒരു പക്ഷി കൂടിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാക്കകളെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ ഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കാക്കയെ സ്വപ്നം കണ്ടാൽ നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. ഭാരതീയ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശനിയുടെ വാഹനമാണ് കാക്ക. അതുകൊണ്ട് തന്നെ ശനിദോഷങ്ങളുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി കാണുന്നുണ്ട്. മാത്രമല്ല, പിതൃക്കളുടെ ആഗമനവുമായി ബന്ധപ്പെടുത്തി കാക്കകളെ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെ കാക്കകൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ സ്വപ്നത്തിലൂടെ കാക്കകൾ നമുക്ക് പറഞ്ഞിരുന്ന ചില സന്ദേശങ്ങളുണ്ട്, ചില നിമിത്തങ്ങളുണ്ട്. അതേ നമുക്ക് ഈ വീഡിയോയിലൂടെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ ലഭ്യമാകുന്നതാണ്. മാത്രമല്ല, ഈ ചാനലിലൂടെ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷണൽ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ലഭ്യമാകുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ഒട്ടേറെ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്താൽ ഗുണകരമാകും. കാര്യം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കൂ. നോട്ടിഫിക്കേഷനായിട്ടോ റെക്കമെൻഡേഷനായിട്ടോ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ശ്രമിക്കുക. അപ്പോൾ കാക്കകൾ നമ്മുടെ മനുഷ്യരുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന പക്ഷികളാണെന്ന് പറഞ്ഞല്ലോ. കേരളത്തിൽ പൊതുവെ 2 തരം കാക്കകളാണ് കാണപ്പെടുന്നത്. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടനവധി വർഗങ്ങളിലുള്ള കാക്കകളുണ്ട്. നമ്മുടെ ഇവിടെ പൊതുവിൽ കാണപ്പെടുന്നത് ബലിക്കാക്കയും കാവതിക്കാക്കയും, അതായത് പേനാക്കാക്ക എന്നൊക്കെ പറയുന്ന കാക്കയും ആണ്. അപ്പോൾ ബലിക്കാക്ക എന്ന് പറയുന്ന പേര് കൊണ്ട് തന്നെ ഇത് ബലിയുമായി, അതായത് ഹൈന്ദവരുടെ ആചാരമാണല്ലോ ബലി എന്നൊക്കെ പറയുന്ന ചടങ്ങുകൾ. അപ്പൊ അത് ബലിച്ചോറെടുക്കുന്ന കാക്ക എന്നുള്ള സങ്കല്പത്തിൽ ബലിക്കാക്കയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ കാക്ക നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്, പ്രത്യേക സന്ദർഭങ്ങളിൽ കടന്നു വരുന്നത്, അങ്ങനെ നിമിത്തവുമായി ബന്ധപ്പെടുത്തി ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഹൈന്ദവ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ലോകത്തിന്റെ പല മേഖലകളിലും കാക്കയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിശ്വാസങ്ങളുണ്ട്. സ്വപ്നഫലങ്ങളിലേക്ക് വരുമ്പോഴും ഈ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ലോകത്തിന്റെ പല കോണുകളിൽ, പ്രത്യേകിച്ച് ചൈനയിലുണ്ട്, ടിബറ്റൻ വിശ്വാസങ്ങളിലുണ്ട്, ജപ്പാൻ വിശ്വാസങ്ങളിലുണ്ട്, അങ്ങനെ ഒട്ടനവധി വിശ്വാസങ്ങളിൽ ഈ സ്വപ്നവുമായി ബന്ധപ്പെടുത്തിയും നിമിത്തവുമായി ബന്ധപ്പെടുത്തിയൊക്കെ കാക്ക കടന്നു വരാറുണ്ട്. അപ്പോൾ നമുക്ക് കാക്കയുടെ വിവിധങ്ങളായിട്ടുള്ള സ്വപ്നഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഒന്നാമത്തത്, കാക്ക കുളിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുകയാണ്. ഒരു നദിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ വന്നിരുന്ന് കാക്ക കുളിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചില നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരികെ കയ്യിൽ വന്ന് ചേരും എന്നൊരു സൂചനയാണ്. രണ്ടാമത്, ഈ കാക്ക കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീട്ടി കരയുന്നുണ്ട് എന്നുള്ളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ദൂരദേശത്തുള്ള ഒരാള് വിരുന്ന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്, ഈ കാക്ക കുളിച്ചുകൊണ്ടിരിക്കുകയും ശരീരം കുടയുകയും പിന്നെ പറന്ന് നമുക്ക് വട്ടം ചുറ്റി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് ശനിദോഷങ്ങൾ അകന്നു പോകുന്നതായിട്ടുള്ള സൂചനയാണ്. ഇനി രണ്ടാമത്തത്, കാക്ക നമ്മുടെ തലയിൽ വന്ന് കൊത്തുന്നത്, പല ആവർത്തിയായിട്ട് കാക്ക ഇങ്ങനെ കൊത്തുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പിതൃസ്വത്തിനെ ചൊല്ലിയിട്ടുള്ള തർക്കമുണ്ടാവുക, ഒരു പൊതുസ്ഥലത്ത് വെച്ച് നമ്മൾ അപമാനിതനാകുക, നമ്മൾ കുറെ കാലമായിട്ട് ഉള്ളിൽ കൊണ്ടു നടന്ന ഒരു രഹസ്യം പുറത്താവുക, അപമാന ഭീതി മുതലായവ ഫലമായി കാണുന്നു. അടുത്തത്, വെളുത്ത കാക്കയെ സ്വപ്നം കണ്ടാലാണ്. തൂവെള്ള നിറത്തിലുള്ള കാക്ക ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടു കാണും. അത് പ്രത്യേക ഒരു രോഗത്തിന്റെ ഭാഗമായിട്ടാണ് കാക്കയ്ക്ക് എങ്ങനെയുള്ള നിറം വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും വെളുത്ത നിറത്തിലുള്ള കാക്കകളല്ലാതെ തന്നെ ഉണ്ട് എന്നും നമുക്ക് ഇന്റർനെറ്റിലൂടെ ഒക്കെ നോക്കുമ്പോൾ കാണാം. അങ്ങനെ ഒരു
വിഭാഗം കാക്കകളൊക്കെ ഉണ്ട് എന്നും കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവിലെ ഒരു രോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. എന്നാൽ വെളുത്ത കാക്കയെ നമ്മൾ സ്വപ്നം കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിദേശ യാത്രയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വിദേശത്ത് പോകാനുള്ള യോഗത്തെയാണ് കാണിക്കുന്നത്. മാത്രമല്ല വിദേശത്ത് നിന്ന് നമുക്ക് ധനം കൈവരാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ വെളുത്ത കാക്കയെ സ്വപ്നം കാണുന്നുണ്ട്. ഇനി അടുത്തത് കാക്ക ആഭരണം കൊത്തി പറന്നു പോകുന്ന ആയിട്ടുള്ളൊരു സ്വപ്നം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ ഏതോ വസ്തുക്കൾ വിലപ്പെട്ട എന്തൊക്കെയോ മോഷണം പോകാനുള്ള സാധ്യതയുണ്ട്. കരുതലോട് കൂടിയിരിക്കണം എന്നുള്ളതാണ്. ഇനി കാക്ക ബലിച്ചോറ് കൊത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് അത്ര നല്ല ലക്ഷണമല്ല. ചില ആപത്തുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാഹന അപകടങ്ങളെയൊക്കെ കരുതലോട് കൂടിയിരിക്കണം. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോഴൊക്കെ കുറച്ചുകൂടി കരുതൽ കാണണം. പിന്നെ മദ്യപിച്ചിട്ട് നമുക്കുണ്ടാകുന്ന അപകടങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ മദ്യപിച്ചിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ മദ്യപിച്ച് നടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു കൂട്ടം കാക്കകൾ പരസ്പരം ചേരിതിരിഞ്ഞ് കൊത്തുകൂടുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വഴക്കിനും അതുപോലെ തന്നെ അയൽക്കാരുമായിട്ടുള്ള തർക്കത്തിനുമൊക്കെ കാരണം കാണുന്നുണ്ട്. മാത്രമല്ല കുറേയധികം ശത്രുക്കൾ നമുക്ക് ഈ ഒരു കാലയളവിൽ വർദ്ധിച്ചു വരും എന്നൊരു സൂചനയും കാണിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള മരങ്ങളിലോ കാക്ക കൂടുവയ്ക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ശനിയുടെ ആഗമനത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട്ടിൽ സമാധാനക്കേട് ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ കാക്ക വന്നിങ്ങനെ ഇരിക്കുന്നതായിട്ട്, നമ്മൾ ഇത്ര ആട്ടിപ്പാഴിക്കാൻ നോക്കിയാൽ അത് പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശനിദോഷം നമുക്ക് വല്ലാതെ വന്ന് കയറുന്നുണ്ട്. പഠനപരമായിട്ടും തൊഴിൽപരമായിട്ടുള്ള ചില പ്രയാസങ്ങൾ നമുക്ക് വന്നുകൂടും എന്ന് കാണിക്കുന്നുണ്ട്. ഇനി അംഗവൈകല്യമുള്ള ഒരു കാക്കയാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ ധനച്ചോർച്ച ഉണ്ടായി വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമ്പത്തിന് മേലൊരു അച്ചടക്കം ഉണ്ടാകുക അത്യാവശ്യമാണ്. ഇനി അസ്ഥികഷ്ണവും ചുണ്ടിൽ പേറിക്കൊണ്ടൊരു കാക്ക വന്നിരിക്കുന്നതായിട്ട് കണ്ടാൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരു പിതൃവിന് മോക്ഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അദ്ദേഹം ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നുണ്ട് എന്നുള്ള ലക്ഷണമാണ് അതിലൂടെ കാട്ടുന്നത്. ഇനി വസ്ത്രം തട്ടിയെടുത്തു പോകുന്ന ഒരു കാക്കയെ കാണിക്കുന്നത് നമുക്ക് അപമാനം, ജാള്യത തുടങ്ങിയവ ഉണ്ടാകാം എന്ന് പറയുന്നു. ഒരു പൊതു സദസ്സിൽ വെച്ച് നമ്മൾ വളരെയധികം അപമാനിക്കപ്പെടാനുള്ള സാധ്യത ഇതിൽ വ്യക്തമാവുകയാണ്. ഇനി അടുത്ത് നമ്മൾ ഒരു കാക്കയെ കാണുന്നു, അത് ഇറച്ചി കൊത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മൃഗം ചത്ത് കിടക്കുന്ന അതിൻ്റെ ഇറച്ചി കൊത്തുക, അല്ലെങ്കിൽ കടയിലൊക്കെ മേടിച്ചു കൊണ്ടുവന്ന ഇറച്ചി അത് കൊത്തി തിന്നുന്നതായിട്ട് കാണാം. എന്തായാലും ദേഹത്തിന് ചതവ്, മുറിവ് ഒക്കെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് ഇത് കാണിക്കുന്നത്. ഇനി ചത്തു കിടക്കുന്ന ഒരു കാക്കയെ നമ്മൾ കാണുന്നു. ഒന്നോ ഒന്നിലധികമോ കാക്കകൾ ചത്തു കിടക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കള് നശിച്ചു പോകുന്നതിന്റെ ഒരു സൂചനയാണ്. നമുക്കിപ്പോൾ നിലവിൽ ശത്രുക്കളുണ്ടെങ്കിൽ അവരെല്ലാം ഇല്ലാതായി പോകും, അല്ലെങ്കിൽ അവരുടെ ശത്രുത വെടിഞ്ഞും എന്നൊക്കെ കാണിക്കുന്ന ഒരു സ്വപ്നമാണിത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സ്വർണം അണിഞ്ഞിട്ടുള്ള കാക്ക. പുറത്തൊക്കെ സ്വർണ്ണമുണ്ട്, കഴുത്തിലൊരു മാല, സ്വർണം പോലെയൊക്കെ വിചിത്രമായിട്ട് നമ്മൾ ആ കാക്കയെ കാണും. ശരിക്കും പറഞ്ഞാൽ ശനിദോഷം ഒഴിഞ്ഞു പോകുമ്പോഴുള്ള ഒരു ലക്ഷണമാണിത്. അത് വളരെ നല്ലതാണ്. എന്നാൽ തലയിൽ കിരീടം വെച്ചിട്ടുള്ള ഒരു കാക്കയെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള സ്ട്രെസ് വരും എന്നുള്ള, ടെൻഷൻ വരും എന്നുള്ളൊരു സൂചനയാണ്. അപ്പൊ കാക്കയുമായി ബന്ധപ്പെട്ട കുറേയധികം സ്വപ്നങ്ങളും അതിന്റെ ഫലങ്ങളുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും കാക്കകളെ ഇങ്ങനെ സ്വപ്നം കാണുന്നത് കർക്കിടക മാസത്തിലാണ് നിങ്ങൾ കാണുന്നത്. അത് ഏത് തരം സ്വപ്നമായാലും ശരി, നമ്മൾക്ക് പിതൃക്കൾക്ക് മോക്ഷം കുറവാണ്, അതിന് ബലിയിടണം എന്നൊരു സൂചനയും കൂടെ ഉണ്ട്. അത് ഏത് തരം സ്വപ്നമായാലും കർക്കിടകത്തിൽ കാണുകയാണെങ്കിൽ കർക്കിടക വാവ് ബലി ഇടാൻ വിട്ടുപോകരുത്. മാത്രമല്ല തുടർച്ചയായിട്ട് നിങ്ങൾ ഈ കാക്കയെ സ്വപ്നം കാണുന്നു, ശനിയാഴ്ചകൾ തുടർച്ചയായിട്ട് കാക്കയെ സ്വപ്നം കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരണത്തെക്കുറിച്ച് അറിയൊരു ആസ്ട്രോളജറുടെ സേവനം തേടിയിട്ട് അതിന് എന്തെങ്കിലും ദോഷം, പ്രത്യേകിച്ച് ശനിദോഷമായിട്ട് വരുന്ന കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ വരുന്നതിൻ്റെയൊക്കെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അതൊന്ന് നോക്കണം. ശത്രുദോഷങ്ങൾ കൂടി വരുന്നവരിൽ ഇത്തരം സ്വപ്നം തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ള പ്രതിവിധി ചെയ്യണം. സാധാരണ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്ന നിങ്ങൾ അടുത്ത് തന്നെ ഒരു ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഒരു എള്ള് പായസം കഴിപ്പിക്കുക, ഒരു നീരാജനം കഴിപ്പിക്കുകയൊക്കെ ചെയ്താൽ മതിയാകും ഈ സ്വപ്നദോഷം മാറിക്കിട്ടാൻ. പക്ഷെ തുടർച്ചയായിട്ട് നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ ഒരു അസ്ട്രോളജിയുടെ സേവനം ഇതിനു വേണ്ടിയിട്ട് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്.
അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.